രാജീവ് ചന്ദ്രശേഖറിനെ കേരളത്തിലെ ബി.ജെ.പി. പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിൽ ബാക്കിയുള്ള ഹിന്ദുക്കളെ കൂടി ഇല്ലാതെയാക്കാനല്ല. ഏത് വേന്ദ്രനായാലും ശരി, ഞാൻ ഇവിടുത്തെ ഹിന്ദുക്കളോട് പറയുകയാണ്, ഇങ്ങേരുടെ ഈ പോക്കിന് ഇത് തിരുത്തിയില്ല എങ്കിൽ അതിന് നമ്മൾ ഹിന്ദുക്കൾ മറുപടി കൊടുക്കണം. പറ്റുമെങ്കിൽ അയാൾ ക്രിസ്ത്യൻ വോട്ട് വാങ്ങി ജയിക്കട്ടെ. പക്ഷെ ഇത്തരത്തിൽ ഹിന്ദുവിനെ ഇല്ലാതെയാക്കാൻ നടക്കുന്ന ഒരു വേന്ദ്രനെയും കേരളത്തിൽ വെച്ച് വാഴിക്കരുത്. വളരെ രൂക്ഷമായി രാജീവ് ചന്ദ്രശേഖറിനെ വിമർശിച്ചിരിക്കുകയാണ് ടി.പി. സെൻകുമാർ. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു വിമർശനം വന്നിരിക്കുന്നത്. എന്തായാലും ആ പോസ്റ്റ് അതേപടി വായിക്കാം. ക്രിസ്ത്യൻസിനെ അതിന്യൂനപക്ഷമായി പ്രഖ്യാപിക്കണം എന്നാണ് ബഹുമാനപ്പെട്ട. ഇത്രയും എഴുതിയതിനു ശേഷം അദ്ദേഹം ബ്രാക്കറ്റിൽ ചോദിക്കുന്നു, ഇനിയും ബഹുമാനം വേണോ ആവോ? ശ്രീ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് എങ്ങനെയാണ് ക്രിസ്ത്യാനികൾ അവർ അതിന്യൂനപക്ഷം ആവുന്നത് എന്ന് ടി.പി. സെൻകുമാർ ചോദിക്കുന്നു. ഇന്ത്യയിലെ റെക്കോർഡിൽപ്പെട്ട 2.5% ക്രിസ്ത്യാനികളെക്കാൾ 4 ഇരട്ടിയോളം ക്രിസ്ത്യാനികൾ മതം റെക്കോർഡിൽ മാറാതെ മതം റെക്കോർഡിൽ ഹിന്ദുവായി തുടരുന്നുണ്ട്. ഉദാഹരണത്തിന് ഈ വർഷത്തെ UPSC റിസൾട്ടുകൾ നോക്കിയാൽ മതി. പലരും ഹിന്ദു നാമധാരികളാണ്, ഹിന്ദുവിന്റെ ക്വാട്ടയിലാണ് അവർ മത്സരിക്കുന്നത്. പക്ഷേ അവരെല്ലാം ക്രിസ്ത്യൻ വിഭാഗക്കാരാണ്. ഇതുപോലെ തമിഴ്നാട്ടിലും ആന്ധ്രയിലും പഞ്ചാബിലും എന്നല്ല, ഇന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും വളരെയധികം പേർ മതം മാറിയിട്ടുണ്ട്. പക്ഷേ SC/OBC സംരക്ഷണം കിട്ടുന്നതിന് വേണ്ടി റെക്കോർഡിൽ അവർ കരുതിക്കൂട്ടി മതം മാറാതെ ഹിന്ദുവായി തുടരുന്നു. അങ്ങനെയുള്ളവർക്ക് അതിന്യൂനപക്ഷ മതവിഭാഗത്തിന്റെ എന്ത് സംരക്ഷണമാണ് ആവശ്യം? രാജീവ് ചന്ദ്രശേഖർ മനസ്സിലാക്കേണ്ടത് അദ്ദേഹത്തിനെ കേരളത്തിലെ ബി.ജെ.പി. പ്രസിഡന്റായി നിയോഗിച്ചിരിക്കുന്നത് കേരളത്തിൽ ബാക്കിയുള്ള ഹിന്ദുക്കളെ കൂടി ഇല്ലാതെയാക്കാനല്ല എന്നാണ്. ഏത് വേന്ദ്രനായാലും ശരി, ഞാൻ ഇവിടുത്തെ ഹിന്ദുക്കളോട് പറയുകയാണ്, ഇങ്ങേരുടെ ഈ പോക്കിന് ഇത് തിരുത്തിയില്ല എങ്കിൽ അതിന് നമ്മൾ ഹിന്ദുക്കൾ മറുപടി കൊടുക്കണം. പറ്റുമെങ്കിൽ അയാൾ ക്രിസ്ത്യൻ വോട്ട് വാങ്ങി ജയിക്കട്ടെ. പക്ഷേ ഇത്തരത്തിൽ ഹിന്ദുവിനെ ഇല്ലാതെയാക്കാൻ നടക്കുന്ന ഒരു വേന്ദ്രനെയും കേരളത്തിൽ വെച്ച് വാഴിക്കരുത്. ഇവിടുത്തെ ഹിന്ദു സമൂഹത്തിനു വേണ്ടി അഹോരാത്രം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തകൻ എന്ന നിലയിൽ പറയുന്നതാണ്. ഞാൻ ഒരു ബി.ജെ.പി.കാരനെയും എന്റെ ഒരാവശ്യത്തിനും ഇതുവരെ സമീപിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഞാൻ പറയുന്നത് വളരെ തെറ്റായ കാര്യമാണ് ഇയാൾ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരുമിച്ച് മറുപടി കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിന് തയ്യാറാവുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. കാരണം ഇത്രയും ക്രൂരമായ ഒരു കാര്യം ഇവിടുത്തെ ഹിന്ദു സമൂഹത്തോട് ചെയ്യുന്ന ഒരാളെ എങ്ങനെയാണ് കേരളത്തിലെ ബി.ജെ.പി. പ്രസിഡന്റായി അവരോധിച്ചിരിക്കുന്നത്? എങ്ങനെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഇത്തരം പ്രീണനങ്ങൾ നടത്തുന്നത് എന്ന ചോദ്യത്തിലാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. എന്തായാലും കുറച്ചു മുൻപ് അദ്ദേഹം ഒരു അഭിമുഖത്തിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ അത് വായിച്ചിരുന്നു. അതിങ്ങനെയായിരുന്നു. അത് ഏത് പാർട്ടിയിലായാലും സംസ്ഥാന അധ്യക്ഷന്മാരായി ഇരിക്കുന്ന ആൾക്കാരൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. അവർ തിരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുകയാണ് ചെയ്യേണ്ടത്. ഇവർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ ഒരു മണ്ഡലത്തിലേക്ക് ചുരുങ്ങിപ്പോകുന്നു. ബാക്കിയുള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല. രാജീവ് ചന്ദ്രശേഖർ നോക്കിയപ്പോൾ 55% വോട്ട് ലോക്സഭയിൽ കിട്ടിയിട്ടുണ്ട്. നിയമത്ത് മത്സരിച്ചാൽ വിജയിക്കുമെന്ന് അദ്ദേഹത്തിന് ഉറപ്പായി. കോർ കമ്മിറ്റി കൂടുതൽ പോലും ചെയ്യാതെ അദ്ദേഹം സ്വയം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുകയായിരുന്നു. അതിനെ പിന്നെ എല്ലാവരും പിന്തുണച്ചു. ബി.ജെ.പിയുടെ വിജയത്തിന്റെ ക്രെഡിറ്റ് രാജീവ് ചന്ദ്രശേഖറിനുള്ളതല്ല. ഇനി ബി.ജെ.പി. ജയിച്ചാൽ ഒരു മണ്ഡലത്തിൽ 50% മുകളിൽ വോട്ട് ലഭിച്ചാൽ മറ്റു പാർട്ടികൾ തമ്മിൽ അലയൻസ് ഉണ്ടായാലും ആ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ സാധിക്കില്ല. അങ്ങനെ ഒരു സ്ഥലത്ത് ഉറപ്പായും രാജീവ് ചന്ദ്രശേഖർ ജയിക്കും. ഇത്തവണ ബി.ജെ.പിക്ക് സീറ്റുകൾ കുറച്ച് കൂടുതൽ ലഭിച്ചാൽ അതൊരിക്കലും രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രവർത്തനം കൊണ്ടല്ല എന്ന് വളരെ ശക്തമായ ഭാഷയിലാണ് അദ്ദേഹം ടി.പി. സെൻകുമാർ പറഞ്ഞത്. വർഷങ്ങളായുള്ള പാർട്ടിയുടെ പ്രയത്നത്തിന്റെ ഫലമാണത്. മറ്റൊന്നുകൂടി അദ്ദേഹം പറയുന്നു, KS രാധാകൃഷ്ണനെ തൂക്കിയെറിഞ്ഞു. അദ്ദേഹത്തിന് അത്ഭുതം തോന്നിയ സംഭവമായിട്ടാണ് ആ സംഭവത്തെ അദ്ദേഹം വിശേഷിപ്പിച്ചിരിക്കുന്നത്. രാജീവ് ചന്ദ്രശേഖർ ചുമതലയേറ്റതിന് പിന്നാലെ ഡോക്ടർ KS രാധാകൃഷ്ണനെ അവഗണിച്ചു. ബി.ജെ.പിയിൽ ഏറ്റവും നല്ല പ്രാസംഗികനും ഏറ്റവും അറിവും പാണ്ഡിത്യവുമുള്ള ഒരാളാണ് അദ്ദേഹം. കോർ കമ്മിറ്റിയിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. ധീവര സമുദായത്തിൽ നിന്നുള്ള അദ്ദേഹത്തെ ഇവർ തൂക്കിയെറിഞ്ഞു. എന്തിനാണ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്? ഇവിടെ ഒരു വലിയ പ്രശ്നം സാമുദായിക പ്രതിനിധാനത്തിലും ഔട്ട്റീച്ചിലുമാണ്. ഉദാഹരണത്തിന് വിശ്വകർമ്മ കമ്മ്യൂണിറ്റിക്ക് കേരളത്തിൽ 4-5% ജനസംഖ്യയുണ്ട്. പക്ഷെ അവർക്കുള്ള രാഷ്ട്രീയ പ്രതിനിധാനം വളരെ കുറവാണ്. അവർക്ക് മത്സരിക്കാൻ ആരും സീറ്റ് നൽകുന്നില്ല. ഇത്തവണ ബി.ജെ.പി. 3 സീറ്റുകൾ നൽകിയെങ്കിൽ അതിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങൾ വളരെ കുറവായിരുന്നു. ഒരെണ്ണം നൽകിയത് ചാണ്ടി ഉമ്മനെതിരെ ആയിരുന്നു, തോൽക്കുമെന്ന് ഉറപ്പുള്ള മണ്ഡലം. ഇങ്ങനെ വളരെ ശക്തമായ ഭാഷയിൽ അദ്ദേഹം വിമർശനങ്ങൾ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി. രാജീവ് ചന്ദ്രശേഖറിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് ശ്രീ ടി.പി. സെൻകുമാർ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമാനസ്.